Hey guys, what is up? It's me Catchy camera. Welcome back in my new video. അപ്പോൾ guys ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വേറെ ലെവൽ കണ്ടന്റ് കൊണ്ട്, അതായത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കണ്ടന്റ് കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായി കൊണ്ട് നിൽക്കുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ നിങ്ങൾ പ്രിവ്യൂവിൽ കണ്ടത് എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ guys ഇതിനെ പറയുന്നതാണ് 3D സൂം എഫക്റ്റ്. അപ്പോൾ അത് നമുക്ക് വേറൊരു ആപ്ലിക്കേഷനിലൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ആപ്ലിക്കേഷനും അതൊക്കെ എന്താ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ guys ഇതൊക്കെ ടിക്ടോക്കിൽ ഇതൊക്കെ ട്രെൻഡിങ് ആയി നിൽക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കൂടുതലും നമ്മുടെ പ്രൊഡക്റ്റ് ഫോട്ടോഗ്രാഫിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി ഇതുപോലത്തെ ഫോട്ടോയിലും. അപ്പോൾ ഗൈസ് വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയിലേക്ക് ഇറക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരെന്തിനാന്ന് വെച്ചാൽ Capcut എന്നാണ്. ഈ Capcut എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ കറൻ്റ്ലി അവൈലബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യില്ല, ഗൂഗിൾ ക്രോമിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ ഏതെങ്കിലും സെർച്ച് എഞ്ചിനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലത്തെ കുറച്ച് എഫക്ട്സ് ഒന്നും നമുക്ക് കിട്ടില്ല. അപ്പോൾ അത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് സൂപ്പർ VPN എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കൂടി വേണം. അതിൻ്റെയും കൂടി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് നമ്മുടെ സൂപ്പർ VPN ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ ചെയ്യണം. കാരണം ഇത് ഡൗൺലോഡ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫിൽറ്റേഴ്സും എഫക്ട്സും ഒന്നും കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ VPN യൂസ് ചെയ്യണത്. കാരണം അത് നമ്മുടെ ഇന്ത്യയിൽ ബാൻ ആയതാണ് ആ ആപ്ലിക്കേഷൻ. അതുകൊണ്ടാണ് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുമ്പോൾ VPN യൂസ് ചെയ്യണേ. അപ്പോൾ VPN നമ്മുടെ സൂപ്പർ VPN ആണ് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യണേ. അപ്പോൾ അത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ കൺട്രി സെലക്ട് ചെയ്യാൻ ഒരു ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇവിടെ കുറേ കൺട്രി ഉണ്ട്, കുറേ ഒന്നുമില്ല, കുറച്ച് കൺട്രി ഉണ്ട്. അത് ജസ്റ്റ് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. VPN ഈസ് റെഡി എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ കണക്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആഡ് അപ്പിയർ ആയി വരുന്നതായിരിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് 2 സെക്കൻഡ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ജസ്റ്റ് ഒരു ബ്ലൂ കളർ കത്തും. അതിനർത്ഥം അത് കണക്റ്റ് ആയെന്നാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് പോകും. അവിടെ നിങ്ങൾക്ക് ടോപ്പിലായിട്ട് VPN ഈസ് കണക്റ്റഡ് എന്നല്ല VPN ഒരു ചിഹ്നം കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് Capcut ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. അവിടെ പ്ലസ് ബട്ടൺ ഉണ്ടാവും. പ്ലസ് ബട്ടൺ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോസാണോ വീഡിയോസാണോ ഏതാണെന്ന് വെച്ചാൽ ആഡ് ചെയ്യുക. അവിടെ ഫോട്ടോയ്ക്കാണ് 3D സൂം ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ഊഹം. ഫോട്ടോയ്ക്കാണ് നമുക്ക് 3D സൂം ചെയ്യുക. അപ്പോൾ ഇത് ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ ടിക്ടോക്കിലൊക്കെ വൈറലായിക്കൊണ്ട് നിൽക്കുന്ന സാധനമാണ്. ടിക്ടോക്കിലത്തെ ഇതൊക്കെ ഞാൻ നമ്മുടെ ഷോർട്സ് വഴിയാണ് ഞാൻ ടിക്ടോക്കിലത്തെ വീഡിയോസൊക്കെ കാണുന്നത്, നമ്മുടെ യൂട്യൂബ് ഷോർട്സ് വഴി. അതുകൊണ്ടാണ് ടിക്ടോക്കിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത്. ഇപ്പോൾ എന്തെടുത്താലും ഇതാണ്. അപ്പോൾ കഴിച്ച് ഞാൻ എൻ്റെ ഒരു പിക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻ കാണും. അവിടെ FXലൊന്നല്ല പോയി എടുക്കേണ്ടത്, ഞാൻ അവിടെ തെറ്റിയെടുത്തതാണ്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് തന്നെ FXലാണ് പോയി നോക്കുക. ഞാൻ കുറേ നോക്കി കിട്ടിയില്ല. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ആ പിക്കും ഒന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. റിമൂവ് ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇപ്പുറത്തെ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണും. അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ 3D സൂം എന്ന് പറഞ്ഞൊരു ഇത് കാണും. ജസ്റ്റ് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ആ ഒരു സ്റ്റൈല് നമ്മുടെ ഈ ഫോട്ടോയിൽ ആഡ് ആയിട്ടുണ്ടാവും. ഇവിടുത്തെ ജനറേറ്റിംഗ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത കൺട്രിയുടെ പ്രശ്നമാണോന്ന് അറിയില്ല. ഞാൻ നേരത്തെ എടുത്ത് നോക്കിയപ്പോൾ ഇവിടെ കുറച്ചും കൂടി സ്റ്റൈലുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇവിടെ 3D സൂം എന്ന് പറഞ്ഞ സ്റ്റൈൽ എല്ലാത്തിലും അവൈലബിൾ ആണ്. ഞാൻ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഞാൻ UK ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്, നമ്മുടെ VPN. അപ്പോൾ നിങ്ങളും UK അല്ലെങ്കിൽ ജർമ്മനി സെലക്ട് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഗൈസ് നമ്മുടെ പിക്ക് ഇവിടെ, നമ്മുടെ വീഡിയോ ഇവിടെ ആഡ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ സൂം ഇതിലേക്ക് ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഒരുമാതിരി നമ്മുടെ പിക്കിൽ ബാക്ക്ഗ്രൗണ്ട് ബാക്കിലേക്ക് പോണതും നമ്മുടെ ആ ഒരു ബോഡി മാത്രം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വരും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഒരു ഇതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ നിങ്ങൾ നേരത്തെ പ്രിവ്യൂവിൽ കണ്ട പോലെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറേ പിക്കുകൾ ഇതുപോലെ ഒരുമിച്ച് വയ്ക്കുക. അതായത് ബീറ്റിനനുസരിച്ച് വെച്ചിട്ട് നമ്മുടെ 3D സൂം ഇതിൽ എല്ലാത്തിലും അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ നേരെ എക്സ്പോർട്ട് ചെയ്യുക. ഇവിടെ ഞാൻ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ നേരെ എക്സ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് റെസൊല്യൂഷനും ഫ്രെയിം റേറ്റും ഒക്കെ സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ വീഡിയോ നേരെ എക്സ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് താഴത്ത് കമൻറ്റ് ചെയ്താൽ മതി. എല്ലാത്തിനും ഞാൻ റിപ്ലൈ തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് വല്ലതും പറയുന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുക്കുന്ന ഫോട്ടോസും വീഡിയോസും പിന്നെ എൻ്റെ ഫോട്ടോസും കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ആൻഡ് അക്കൗണ്ടിൽ ലിങ്ക് ഈസ് ഇൻ ദ ഡിസ്ക്രിപ്ഷൻ ബിലോ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വല്ല പേഴ്സണലായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് ചോദിച്ചാൽ മതി. ഇൻസ്റ്റാഗ്രാമിലെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടുണ്ട്. അപ്പോൾ ഇതിനേക്കാളും മികച്ച നല്ല വീഡിയോ ആയിട്ട് ഞാൻ അടുത്തൊരു ദിവസം വരും. അപ്പോൾ ഇറ്റ്സ് മീ Catchy camera signing off.